ഇൻക്ലൂഡിംഗ് പേളി മാണി പൈസ വാങ്ങിക്കുന്നു പറയുന്നുണ്ട്. പേളി മാണിക്ക് 1.5 ലക്ഷം ബില്ലിട്ട് കൊടുത്ത ആൾക്കാരുണ്ട് ഇവിടെ. ഈ ഇൻഡസ്ട്രിയിൽ ബില്ലിട്ട് കൊടുത്ത ആൾക്കാരുണ്ട്. പേളി മാണി ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടി 1.5 ലക്ഷം രൂപ മേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബില്ലിട്ട് കൊടുത്ത ആൾക്കാരുണ്ട്, ബഡ്ജറ്റ് കൊടുത്ത ആൾക്കാരുണ്ട്. എനിക്കറിയാം. സംഭവം എന്ന് വെച്ചാല് പേളി മാണിയുടെ ഷോയില് പേളി മാണി അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഗസ്റ്റിനെയാണ് തീരുമാനിക്കുന്നത്. പേളി മാണി ഷോയെ കുറിച്ച് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ബമ്പർ റീച്ചുള്ള പരിപാടിയാണ്. മറ്റു ഭാഷകളിലെ ഇൻഡസ്ട്രികളിൽ നിന്ന് വരെ വലിയ താരങ്ങൾ സിനിമ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി പേളി മാണി ഷോയിലേക്ക് വരാറുണ്ട്. ഈ ഷോയെ കുറിച്ച് പറയാനാണെങ്കിൽ അങ്ങനെ വലിയ സംഭവമൊന്നും ഇല്ലെങ്കിലും ഒരു വലിയ വിഭാഗം ഓഡിയൻസ് ഇതിനുണ്ട് എന്നുള്ളതാണ്. സംഭവം അത്യാവശ്യം ക്രിഞ്ച് പരിപാടിയാണെങ്കിലും കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമകളും അതുപോലെ വലിയ താരങ്ങൾ അഭിനയിക്കുന്ന സിനിമകളും ഒക്കെ പ്രൊമോഷന് വേണ്ടി പേളി മാണി ഷോ ഉപയോഗിക്കാറുണ്ട്. എന്തായാലും ഇപ്പൊ ഈ ഷോയുടെ പേരിൽ വലിയൊരു സ്കാം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. നമുക്കറിയാം, ഈ അംഗം ഹട്ടഹാസം എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് സിനിമ റിവ്യൂവർ അശ്വന്ത് കോക്കിനെതിരെ ഒരു വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? അശ്വന്ത് കോക്ക് സിനിമക്ക് പോസിറ്റീവ് റിവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് 1.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. പൈസ കൊടുക്കാത്ത സിനിമകൾ നെഗറ്റീവ് അടിച്ചു വിടുന്നു. ഇതായിരുന്നു അശ്വന്ത് കോക്കിനെതിരെ അംഗം ഹട്ടഹാസം പ്രൊഡ്യൂസർ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത്. പിന്നീട് കൊക്കി പ്രൊഡ്യൂസർക്ക് കിടിലം മറുപടിയൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ വിവാദത്തിന് ശേഷമാണ് ഇങ്ങനൊരു കാര്യം സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പുറത്തു വരുന്നത്. അതായത് ഒരു സിനിമയുടെ പ്രൊമോഷൻ വർക്കിന് വേണ്ടി ഒരു PR കമ്പനിനെ ഏൽപ്പിക്കല്ലോ. ഇങ്ങനെ സിനിമയുടെ പ്രൊമോഷൻ ഏറ്റെടുക്കുന്ന ആളുകൾ അശ്വന്ത് കോക്കിന്റെയും പേളി മാണിയുടെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും പൈസ തട്ടിയെടുക്കുന്നു എന്നുള്ളതാണ് ആരോപണം. അതായത് അശ്വന്ത് കോക്ക് നമ്മുടെ സിനിമയ്ക്ക് നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പേളി മാണി ഷോയിലേക്ക് നമ്മുടെ സിനിമയ്ക്ക് അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും ഈ പ്രൊമോഷൻ വർക്കുകളൊക്കെ ഏറ്റെടുക്കുന്ന ചില ടീംസ് പൈസ തട്ടിയെടുക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, സിനിമയിൽ PR ആയി വർക്ക് ചെയ്യുന്ന പ്രതീഷ് ശേഖറാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. പ്രതീഷ് ന്യൂസ് 18 കേരളക്ക് കൊടുത്ത ഇന്റർവ്യൂവിലാണ് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം. ഇന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നടന്നു വരുന്ന സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ഹരി ഒരു പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിൽ താങ്കളെ സമീപിക്കുന്ന വ്യക്തി, മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി സമീപിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന ബ്ലോക്ക് ബസ്റ്ററുകൾ പടം ചെയ്തു, താങ്കളുടെ പടവും ഹിറ്റാക്കി തരാമെന്ന് പറയുന്നു. അപ്പം ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരു നിർമ്മാതാവാണെങ്കിൽ ഇവർ പറയുന്ന വാക്ക് കേട്ട് ഇവരിത് ചെയ്തതല്ലേ, ഇവർ പറയുന്ന ലക്ഷങ്ങൾ കൊടുക്കുകയും ഈ ഒരു സംഭവം മാർക്കറ്റിംഗ് നേരായ രീതിയിൽ നടക്കാത്ത അവസ്ഥയും വരുന്ന ഒരു രീതിയിലേക്കാണ് ഇൻഡസ്ട്രി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും ഒരുവിധ സിനിമാ പ്രൊഡ്യൂസർമാരൊക്കെ വെറും മണ്ടന്മാരാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇവര് പറ്റിക്കപ്പെടാൻ വേണ്ടി ഇങ്ങനെ നിന്ന് കൊടുക്കും. കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് കരുതി വെറുതെ എടുത്ത് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ പോയി ചെലവാക്കും. ഈ പൈസ എന്ന് പറയുമ്പോൾ ലക്ഷങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഒരു പലിശക്ക് എടുത്ത പൈസ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ആയുസിന്റെ സമ്പാദ്യമായിരിക്കും. സിനിമയെ കുറിച്ച് ഒരു ചുക്കും അറിയാതെ വന്ന് കയ്യിലുള്ള പൈസ എല്ലാം നഷ്ടപ്പെട്ട് കുത്തുപാള എടുത്ത് എത്രയോ പ്രൊഡ്യൂസർമാരുണ്ട്. നമ്മളൊരു പരിപാടിയിൽ പൈസ ഇറക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് അന്വേഷിക്കൂല. ഇവർ അതൊന്നും ചെയ്യൂല. അറ്റ്ലീസ്റ്റ് നല്ല കഥയാണോ, പണി അറിയാവുന്ന സംവിധായകനാണോ എന്ന് പോലും നോക്കൂല. കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, അതെങ്ങനെയും ചെലവാക്കണം. ആ ഒരു മൈൻഡാണ് മിക്കവർക്കും എന്ന് തോന്നുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു കൂറ പടം പ്രൊഡ്യൂസ് ചെയ്ത് ലാസ്റ്റ് വന്നിരുന്നു അയ്യോ എന്റെ പൈസ പോയി എന്നും പറഞ്ഞ് കഴിയും. എന്റെ സിനിമ റിവ്യൂ ചെയ്ത് നശിപ്പിച്ചേ എന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. ഞാൻ പ്രൊഡ്യൂസർമാരെ മാത്രം കുറ്റം പറയല്ലോ കേട്ടോ. ഒരു സിനിമ പരാജയപ്പെടുന്നതിൽ ആ സിനിമയുടെ മുന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതിന് ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ എന്റെ നഷ്ടം സംഭവിക്കുന്നത് പ്രൊഡ്യൂസർക്ക് മാത്രമാണ്. സോ പ്രൊഡ്യൂസർ ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. ഒരു സിനിമ പ്രൊമോഷന്റെ ഭാഗമായിട്ട്, മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കുന്നു. ഈ ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ആ ഇന്റർവ്യൂ കത്തി കയറത്തില്ല. പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ആ സിനിമ തിയേറ്ററിൽ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഇന്റർവ്യൂ ക്ലിക്ക് ആവത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതിനുവേണ്ടി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സിനിമ തിയേറ്ററിൽ വർക്കായാൽ മാത്രമേ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, മറ്റിതര സോഷ്യൽ മീഡിയകളിലും ഇതിന് റീച്ച് കിട്ടത്തുള്ളൂ. പ്രജീഷ് ഈ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രജീഷ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് കുറെ ഇന്റർവ്യൂ കൊടുത്തതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പടം തിയേറ്ററിൽ ഹിറ്റായാൽ മാത്രമേ ഇന്റർവ്യൂകൾ ആളുകൾ ഇരുന്ന് കാണത്തുള്ളൂ. അതായത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ പൈസ കുറെ ചെലവാക്കി ഇന്റർവ്യൂ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ആ ഇന്റർവ്യൂ കണ്ട് ആരും സിനിമക്ക് പോകാൻ പോണില്ല. സിനിമ ഹിറ്റായി കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ ആളുകൾ ആ ഇന്റർവ്യൂ വന്ന് കാണുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. സിനിമ ഹിറ്റായി കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കണ്ടിട്ട് കാര്യമില്ലല്ലോ. പ്രൊമോഷന് വേണ്ടി ചെയ്യുന്ന ഇന്റർവ്യൂ അല്ലേ. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആ ഇന്റർവ്യൂ കണ്ടാലല്ല ആ ഇന്റർവ്യൂക്ക് വേണ്ടി പൈസ മുതലാക്കിയ പ്രൊഡ്യൂസർക്ക് മുതലാകത്തുള്ളൂ. ഇതാണ് പ്രജീഷ് ഉദ്ദേശിച്ചത്. ഒരു പരിധി വരെ അത് ശരിയാണ്, പക്ഷെ പൂർണ്ണമായും അത് ശരിയാണെന്ന് പറയാൻ പറ്റൂല. അതായത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഹിറ്റ് ആവുന്ന എത്രയോ ഇന്റർവ്യൂകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസിന്റെ ഇന്റർവ്യൂകൾ. അത് പിന്നെ ഇന്റർവ്യൂകൾ മാത്രമേ ഹിറ്റ് ആവാറുള്ളൂ, സിനിമകൾ ഹിറ്റ് ആവാറില്ല. അത് വേറെ കാര്യം. പിന്നെ പേളി മാണി ഷോയിൽ വരുന്ന ഇന്റർവ്യൂകളൊക്കെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഹിറ്റ് ആവാറുണ്ട്. അതുപോലെ തന്നെ ബേസിലും ടോവിനെയും ഒക്കെ ഒരുമിച്ച് വരുന്ന ഇന്റർവ്യൂകൾക്ക് അത്യാവശ്യം കാഴ്ചക്കാരുണ്ടാവാറുണ്ട്. അതായത് വെറുതെ ഒരു ഇന്റർവ്യൂ എടുത്തു വെച്ചിട്ട് കാര്യമില്ല. നല്ല പ്ലാൻ ചെയ്ത ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണം സിനിമ പ്രൊമോഷൻ ഇന്റർവ്യൂകൾ എടുത്തു വെക്കാൻ. കുറെ തഗ്ഗും ചളിയും എരിവും പുളിയും ഒക്കെ ഉണ്ടെങ്കിൽ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ഇന്റർവ്യൂകൾ ഇരുന്ന് കാണും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇന്റർവ്യൂവിന്റെ ഏറ്റവും കിടിലും ഭാഗങ്ങളൊക്കെ എടുത്ത് റീലാക്കി കളിപ്പിച്ചാൽ മാത്രം മതി. ഇന്റർവ്യൂ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരും. പക്ഷെ എങ്ങനെയുള്ള ഇന്റർവ്യൂകൾക്കും പ്രൊമോഷൻ വർക്കുകൾക്കുമെല്ലാം തിയേറ്ററുകളിൽ ഒരു ഇനീഷ്യൽ പുള്ളുണ്ടാക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. അൾട്ടിമേറ്റ്ലി പടം ഓടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. പിന്നെ വെറും പ്രൊമോഷന്റെ ബലത്തിൽ മാത്രം സൂപ്പർ ഹിറ്റ് ആയ സിനിമകൾ മലയാളത്തിൽ ഉണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യും. നമുക്ക് എന്തായാലും ഇന്റർവ്യൂവിന്റെ ബാക്കിയൂടെ ഉണ്ടോക്കാം.
അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു സിനിമ നോക്കിയിട്ട് ചിലത് ഇപ്പം പറയാ പുതുമുഖ താരങ്ങളാണ് ഉള്ളത്, അതിന്റെ കോണ്ടന്റ് നല്ലതാണ്, അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ മാർക്കറ്റിംഗ് ചെയ്തവര് ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞു, അത് മാർക്കറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കുറെ പേര് കാണും. അതേസമയം ഒരു വലിയൊരു ചിത്രം പൊളിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളല്ല മാർക്കറ്റ് ചെയ്യുന്നുള്ളത് പരസ്യമായി പറഞ്ഞിട്ട് അവർ പോയി എനിക്ക് അറിഞ്ഞൂടാ എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറും. അതായത് വിജയം മാത്രം ഏറ്റെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഉള്ള സംഭവമാണ് നടന്നു വരുന്നത്. അപ്പം റിവ്യൂവേഴ്സ് ഇതിനെ കൈയൊഴുകയാണ്. റിവ്യൂവേഴ്സ് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു. ഇതിന്റെ മാർക്കറ്റിംഗ് ചെയ്തവരോ ഓൺലൈൻ ചെയ്തവരോ ആരും അവരുടെ സ്വന്തം പേജുകളിൽ പോലും പോസ്റ്റ് ഇടാറില്ല. റിവ്യൂവേഴ്സ് ഇത് പറഞ്ഞു ഈ സിനിമയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. പിന്നെ പ്രൊഡ്യൂസറിനോട് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത്, കാരണം ഒരുപാട് നെഗറ്റീവ് വരുന്നു, നിങ്ങളുടെ ചീത്തയൊക്കെ വിളിക്കുന്നു എന്നൊക്കെ പറയും. പാവപ്പെട്ട നിർമ്മാതാവ് പറയും നിർത്തിക്കോ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ഏജൻസി വരികയാണ്. ഏജൻസി വന്നതിന് ശേഷം നിർമ്മാതാവിനെ ആദ്യം സമീപിച്ച് മേടിക്കുന്നത് ലക്ഷങ്ങളായിരിക്കാം. ഒരു 35 ലക്ഷം 40 ലക്ഷം മിനിമം മേടിച്ചിട്ട് മാർക്കറ്റിംഗ് മാത്രം. ആ മാർക്കറ്റിംഗിന്റെ എമൗണ്ട് അറിഞ്ഞാൽ ഒരു പോസ്റ്റർ സംഭവം എന്ന് വെച്ചാൽ ഡിസൈനർ അല്ല, അല്ലാതെ ചെയ്യുന്ന ടീം പോലും അത് ചെയ്യുന്നതിന് 5-6 ലക്ഷം മേടിക്കുന്ന സംഭവമാണ് പോസ്റ്റർ ചെയ്യുന്നതിന് മാത്രം. ആ ഒരു സെക്ഷൻ മാത്രം. ബാക്കി എല്ലാം കൂടി മാർക്കറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡ്യൂസർ നിർമ്മാതാവിന്റെ വാങ്ങിച്ചിട്ടുള്ള പൈസയൊക്കെ അറിഞ്ഞ് ഞെട്ടും. 35, 45, 50 ലക്ഷം മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വേണ്ടി പോകുന്നത്. ഈ പറയുന്നത് പോലെ അദ്ദേഹത്തെ ഈ സംഭവത്തിനകത്ത് ആദ്യത്തെ ഷോ മാത്രം കളിക്കുന്നത് കൊച്ചിയിലെ വനിതാ തിയേറ്റർ. ആദ്യത്തെ ഷോ മാത്രം കളിച്ചിട്ട് പൂട്ടുന്ന എത്രയോ സിനിമകളുണ്ട്. വേണമെങ്കിൽ കണക്കെടുത്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ 3 വർഷമായിട്ട് വനിതാ തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കളിച്ചിട്ട് സെക്കൻഡ് ഷോ കളിക്കാത്ത എത്ര പടങ്ങളുണ്ട്. രാവിലെ 10 മണിക്ക് ആൾക്കൂട്ടം വരും, സിനിമ പ്രദർശിപ്പിക്കും, പിന്നെ അതിന് ഷോ ചെയ്യും. ആ നിർമ്മാതാക്കളൊക്കെ 40-50 മുടക്കിയിട്ടുണ്ട്. പലരും മുടക്കിയിട്ടുണ്ട് ഇതിന്റെ അകത്ത് ഇരുന്നിട്ട്. പലരും മുടക്കിയിട്ടുള്ള ആൾക്കാരാണ് ഇതിന്റെ അകത്ത് വേണ്ടി. അപ്പൊ അവരോട് പറയുന്നത് മെറ്റാ ബൂസ്റ്റിംഗ് എന്ന് പറയും. മെറ്റാ ബൂസ്റ്റിംഗ് ചെയ്ത് 15 ലക്ഷം രൂപയ്ക്ക്. നമ്മൾ 500 രൂപയ്ക്ക് മെറ്റാ ബൂസ്റ്റിംഗ് ചെയ്താൽ ആപ്പിൾ ഫോൺ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ആപ്പിൾ ഫോണിന്റെ ചാർജ് ഉൾപ്പെടെ അതിന്റെ സർവീസ് ടാക്സ് ഉൾപ്പെടെ എല്ലാം കാണാൻ വേണ്ടി പറ്റും. നമുക്ക് കൃത്യമായുള്ള ബില്ല് ഇമെയിലിൽ വരും. ഇത് ഈ പാവപ്പെട്ട പ്രൊഡ്യൂസർ അറിയുന്നില്ല. 15 ലക്ഷം ചെയ്തെന്ന് പറഞ്ഞാൽ 15 ലക്ഷം എവിടെ പോയെന്നുള്ളത് ഇപ്പം വാട്സ്ആപ്പ് ബിസിനസ്സിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാത്ത രീതിയിലോ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ പല നിർമ്മാതാക്കളും പറ്റിക്കപ്പെടുന്നുണ്ടോ? പല നിർമ്മാതാക്കളും പറ്റിക്കപ്പെടുന്നു പറഞ്ഞാൽ ഏറ്റവും വലിയ കഷ്ടം തോന്നുന്ന സംബന്ധിച്ചാൽ ഇവരൊന്നും നാളെ ഇൻഡസ്ട്രിയിലേക്ക് ഇല്ലാത്ത അവസ്ഥയാണ്. ഓക്കെ, അപ്പൊ വളരെ ഭീമമായിട്ടുള്ള തുക വാങ്ങിയിട്ടാണ് ഓരോ മാർക്കറ്റിംഗ് കമ്പനികളും ഓരോ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾ ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഒരു സിനിമയുടെ വിധി നിർണ്ണയിക്കുന്നതിൽ പ്രൊമോഷന് വളരെ വലിയ പങ്കുണ്ട്. നല്ല വൃത്തിക്ക് പ്രൊമോഷൻ ചെയ്താൽ തന്നെ ഒരു ആവറേജ് പടം പോലും പ്രൊഡ്യൂസർക്ക് നഷ്ടമില്ലാണ്ട് തിയേറ്ററിൽ ഓടിക്കാൻ പറ്റും. പക്ഷെ പലരും ഭീമമായ തുക വാങ്ങുന്നു എന്നല്ലാതെ മര്യാദക്ക് പ്രൊമോഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ട് സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ എല്ലാം കൂടി റിവ്യൂവേഴ്സിന് തലയിൽ കൊണ്ടിടും. ഇതിനിടയിൽ കൂടി രക്ഷപ്പെട്ടു പോകുന്നത് ആരൊക്കെയാണ്? 10 പൈസക്ക് ഇല്ലാത്ത കഥയും തിരക്കഥയും എഴുതി ഒരുത്തൻ, ആ തിരക്കഥ എടുത്ത് അതിനേക്കാളും മോശം രീതിയിൽ സംവിധാനം ചെയ്ത വേറൊരുത്തൻ, പിന്നെ വലിയ പൈസ വാങ്ങി മര്യാദക്ക് പ്രൊമോഷൻ നടത്താത്ത വേറൊരുത്തൻ. ഒരു സിനിമ പരാജയപ്പെടുന്നതിന് പിന്നിലുള്ള ഏറ്റവും വലിയ കാരണക്കാർ ഇവരൊക്കെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ പല പ്രൊഡ്യൂസർമാർക്കും ബുദ്ധിയില്ല. സംവിധായകൻ പറയും ഞാൻ നല്ല കിടലനായിട്ട് സിനിമ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ റിവ്യൂവേഴ്സ് പണി തന്നു. അവര് നെഗറ്റീവ് അടിച്ചത് കൊണ്ടാണ് സിനിമ പൊട്ടിയതെന്ന് പറയും. കഥ എഴുതിയവനും ഇതേ ഡയലോഗ് അടിക്കും. പ്രൊമോഷൻ ചെയ്തവനും പറയും ഞാൻ പ്രൊമോഷൻ ചെയ്ത കഴിഞ്ഞ സിനിമ വൻ ഹിറ്റ് ആയതാണ്, റിവ്യൂവേഴ്സിനൊക്കെ പൈസ ഇറക്കി കൊടുത്ത് പോസിറ്റീവ് പറയിപ്പിച്ചാണ് സിനിമ ഹിറ്റാക്കിയത്. പക്ഷെ ഇത്തവണ റിവ്യൂവേഴ്സിന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ, അതുകൊണ്ട് അവര് നെഗറ്റീവ് പറഞ്ഞു, സിനിമ പൊട്ടി. ഇങ്ങനെ എല്ലാവരും കൂടി സിനിമ പൊട്ടിയതിന്റെ ഉത്തരവാദിത്വം ആ സിനിമയുമായി പുലബന്ധം പോലും ഇല്ലാത്ത റിവ്യൂവേഴ്സിനെ തലേ കൊണ്ടിടും. മണ്ടം പ്രൊഡ്യൂസർ ആണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്യും. അയ്യോ എന്റെ സിനിമ റിവ്യൂ ചെയ്ത് കൊന്നേ എന്നും പറഞ്ഞ കാര്യം. എന്റെ അഭിപ്രായത്തിൽ ഒരു റിവ്യൂവർ വിചാരിച്ചാലൊന്നും ഒരു സിനിമയെ പരാജയപ്പെടുത്താൻ കഴിയൂല. റിവ്യൂ ചെയ്യുന്നവർക്ക് ഒരു പരിധി വരെ പ്രേക്ഷകരെ സ്വാധീനിക്കാൻ കഴിയും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ നല്ല സിനിമയാണെങ്കിൽ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വലിയ നെഗറ്റീവ് റിവ്യൂ വന്നാലും ആ സിനിമ ഹിറ്റ് ആവും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അല്ല ഇനി അതൊരു മോശം സിനിമയാണെങ്കിൽ അശ്വിൻ കോക്ക് എന്നല്ല പഠിച്ചോ വന്നിരുന്ന് പോസിറ്റീവ് റിവ്യൂ ഇട്ടാലും ആ പടം വിജയിക്കാൻ പോകുന്നില്ല. അതാണ് സത്യം. എന്തായാലും ബാക്കി കേട്ടോ. ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളൊരു നിർമ്മാതാവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും പിന്നെ ഹരിയെടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്, സാർ ഇങ്ങനെയാണ്. അപ്പൊ പറയാം അശ്വിൻ കോക്ക് ഇവർക്കൊക്കെ പൈസ കൊടുത്താൽ നടക്കുമെന്ന് വേറൊരു ടീം ഒന്ന് പറഞ്ഞല്ലോ. അപ്പോഴേക്കും ഞാൻ തിരിച്ച് ഹരിയെടുത്ത് പറഞ്ഞ ഹരി അശ്വിൻ കോക്കിനോ കുമാറിനോ രാജനോ നിങ്ങൾ ആർക്കാണെങ്കിലും പൈസ കൊടുത്തിട്ട് ചെയ്യും, എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയുള്ളൊരു ബന്ധമില്ല, പറഞ്ഞവരടുത്ത് ചെയ്യൂ എന്നുള്ള സംഭവത്തിൽ പറയും. പക്ഷെ ചിലരത് പറയുന്നുണ്ട് നിർമ്മാതാവിന്റെ അടുത്ത്. ഇതേ അശ്വിൻ കോക്ക് മാത്രമല്ല, ഇൻക്ലൂഡിംഗ് പേളി മാണി പൈസ വാങ്ങിക്കുന്നു പറയുന്നുണ്ട്. പേളി മാണിക്ക് 1.5 ലക്ഷം ബില്ലിട്ട് കൊടുത്ത ആൾക്കാരുണ്ട് ഇവിടെ. ഈ ഇൻഡസ്ട്രിയിൽ ബില്ലിട്ട് കൊടുത്ത ആൾക്കാരുണ്ട്. പേളി മാണി ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടി 1.5 ലക്ഷം രൂപ മേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബില്ലിട്ട് കൊടുത്ത ആൾക്കാരുണ്ട്, ബഡ്ജറ്റ് കൊടുത്ത ആൾക്കാരുണ്ട്. എനിക്കറിയാം. സംഭവം എന്ന് വെച്ചാല് പേളി മാണിയുടെ ഷോയിൽ പേളി മാണി അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഗസ്റ്റിനെയാണ് തീരുമാനിക്കുന്നത്. അവരുടെ സ്വന്തം സ്റ്റുഡിയോ ആണ്. അവർ അവിടെ വരുന്നവർക്ക് തിരിച്ചിട്ട് അവർ ചെയ്യുന്ന ആ ഒരു യൂട്യൂബിന് വേണ്ടി ചെയ്യുന്ന സാധനത്തിനകത്ത് അവർ വരുന്ന ഗസ്റ്റിന് പോലും ചിലപ്പോൾ ഗിഫ്റ്റ് കൊടുത്താൽ പറഞ്ഞു വിടുന്നത്. ആ ഒരു ആദ്യത്തെ മര്യാദയാണ് പറഞ്ഞത്. അതിന് പോലും പൈസ ഇട്ട് മേടിച്ച ആൾക്കാരുണ്ട്. അതാണ് ആ PR അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഏജൻസി. അവിടെ എന്താണ് ക്ലിക്ക് ആവുന്ന സംഭവം അറിയാമോ? ഇപ്പം താങ്കളാണ് പേളിയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പേളിക്ക് ഇതൊന്നും അറിയത്തില്ലായിരിക്കും. ചിലപ്പോൾ നിന്റെ തിരുന്നിട്ട് ഞാൻ വിളിക്കുമ്പോൾ ഞാൻ വിളിച്ചു ചോദിക്കണം ഇന്നൊരു തമിഴ് നടൻ വരുന്നു അല്ലെങ്കിൽ ഇന്നൊരാൾ വരുന്നു, അതൊരു സ്റ്റാർഡുള്ള നടനം, മലയാളത്തിൽ സ്റ്റാർഡുള്ള നടനാണെന്നുണ്ടെങ്കിൽ സമയം ചെയ്യാം, നമുക്ക് ഇന്ന ഡേറ്റിൽ ചെയ്യാം. ഇതെല്ലാം അവിടെ നിന്ന് തിരിച്ചു കിട്ടുന്ന മറുപടി. അപ്പം എനിക്കിത് ഈസിയാണ്, എനിക്ക് ഈസി ആയിട്ട് ഇത് റൂട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ നേരെ എന്റെ ഏജൻസിയിലേക്ക് വരും, ഞാനിത് അറേഞ്ച് ചെയ്ത് തന്നു.
തേർഡ് പേഴ്സൺ അറിയുന്നില്ല, ഞാൻ അവിടെ വന്ന് കറങ്ങുന്നു, തിരിച്ചിട്ട് മനസ്സിലായില്ലേ, ഈ പൈസ കിട്ടി. ഓക്കെ, അപ്പൊ അശ്വന്ത് കോക്കിന്റെയും പേളി മാണിയുടെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് പൈസ തട്ടുന്ന മാർക്കറ്റിംഗ് കമ്പനികൾ മലയാളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രജീഷ് പറഞ്ഞു വെക്കുന്നത് അല്ലെ. അതായത് അശ്വന്ത് കോക്ക് പോസിറ്റീവ് റിവ്യൂ ഇടും, പക്ഷെ 1.5 ലക്ഷം രൂപ ചെലവാകുമെന്നും പറഞ്ഞുകൊണ്ട് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങുന്ന ചില ആളുകൾ. അശ്വന്ത് കോക്ക് ഈ സംഭവം അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. അതുപോലെ തന്നെ പേളി മാണി ഷോയിൽ അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞ് വാങ്ങും. എന്നിട്ട് ഈ പൈസ ഈ മാർക്കറ്റിംഗ് കമ്പനി പോക്കറ്റിലാക്കും. ഓൾറെഡി പ്രൊമോഷൻ ചെയ്യാനൊന്നും പറഞ്ഞ് 40 ലക്ഷം 50 ലക്ഷം രൂപയൊക്കെ വാങ്ങിയിട്ട് പോക്കറ്റിൽ ഇട്ടിട്ടാണ് പിന്നെയും ഈ തട്ടിപ്പ് നടത്തുന്നത് ഓർക്കണം. പക്ഷെ ഇതിനിടയിൽ ചീത്തപ്പേര് വരുന്ന ആർക്കാണ്? അശ്വന്ത് കോക്കിനെ പോലെ റിവ്യൂ ചെയ്യുന്നവർക്കും പേളി മാണിയെ പോലെ ഇന്റർവ്യൂ എടുക്കുന്നവർക്കും ഒക്കെയാണ്. അവരുടെ ക്രെഡിബിലിറ്റി ആണ് നഷ്ടപ്പെടുന്നത്. ഇവരുടെ പേരിൽ വാങ്ങുന്ന പൈസ എന്തായാലും ഇവർക്ക് കിട്ടുന്നില്ല, എന്നാലോ നല്ല ചീത്തപ്പേര് കിട്ടുന്നുമുണ്ട്. വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലെ. അപ്പൊ ഇവിടെ പ്രജീഷ് പറഞ്ഞു വരുന്നത് മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്ന് പറയുന്നത് ഇവിടെ അശ്വന്ത് കോക്കിനെ പോലുള്ള റിവ്യൂവേഴ്സ് അല്ല, മറിച്ച് പ്രൊമോഷൻ വർക്കിന്റെ പേരും പറഞ്ഞു പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ നിന്നും ലക്ഷ്യങ്ങൾ തട്ടിയെടുക്കുന്ന PR ഏജൻസികളാണ് ഇവിടുത്തെ യഥാർത്ഥ വില്ലന്മാർ. എന്തായാലും പേളി മാണിയുടെ പേരും പറഞ്ഞ് ഇതുപോലെ ലക്ഷ്യങ്ങൾ തട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ പേളി തന്നെ എത്രയും പെട്ടെന്ന് ഇടപെട്ട് നിയമപരമായി നീങ്ങണം എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. ഇവന്മാരൊന്നും അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. ബാക്കി എന്തായാലും അതുപോലെ തന്നെ അശ്വന്ത് കോക്കിന്റെ അവസ്ഥ, ഒരു നല്ല സിനിമ എടുത്തു വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ സിനിമ ഏജൻസിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഏജൻസിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ തന്നെ കാണുക ഇത് കൊള്ളാം. അശ്വന്ത് കോക്ക് ഒരു മനുഷ്യനല്ലേ, റോബോട്ടൊന്നും അല്ലല്ലോ, ഒരു സിനിമയെ കൊല്ലാൻ വേണ്ടിയിരിക്കുന്ന ഒരുത്തരൊന്നുമല്ലല്ലോ. അപ്പം ഈ കണ്ട ഏജൻസിക്കാരൻ എന്ത് ചെയ്യും? പ്രൊഡ്യൂസറുടെ പറയും, സാർ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അശ്വന്തിന് ചിലപ്പോൾ വർക്ക് ആവാൻ ചാൻസ് ഇല്ല, മറ്റൊന്ന് വർക്ക് ചെയ്യാൻ, കുമാറിന് വർക്ക് ആവാൻ ചാൻസ് ഇല്ല, നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ പൈസ കൊടുത്തുവാണെങ്കിൽ സെറ്റിൽ ചെയ്യാം, ഞാനൊന്ന് സംസാരിക്കാൻ പറയുമ്പോഴേക്കും ഇവൻ ഇത് കണ്ട ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ഇതൊരു ആവറേജ് ആണെങ്കിൽ അയാൾ ഒരിക്കലും ചെന്നിട്ട് ഈ പടത്തിന് അടിച്ച് നശിപ്പിക്കത്തില്ല. അപ്പൊ ഇത് പറഞ്ഞിട്ട് ഇവൻ ചെയ്തെന്നുള്ള സംഭവത്തിലേക്ക് വരും. ഇത് അവിടെ ഇരിക്കുന്ന അശ്വന്ത് കോക്ക് അറിയുന്നുണ്ടോ? ഈ ഇടനിലക്കാരന്റെ പേരാണ് വ്യക്തമാക്കേണ്ടത്, ഈ ഏജൻസിയുടെ പേരാണ് വ്യക്തമാക്കേണ്ടത്. ഒരാളാണോ രണ്ടാളാണോ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളവര് തുറന്നു വന്ന് പറയണം. അതാണ് ആവശ്യം. നേരത്തെ അംഗം അട്ടഹാസത്തിന്റെ ആൾക്കാർ പറഞ്ഞപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ആരാണ് ആ തേർഡ് പേഴ്സൺ? ഒരു ഓഡിയോ ക്ലിപ്പ് വിട്ടിട്ട് കാര്യമില്ലല്ലോ. ആരുടെ ഓഡിയോ ക്ലിപ്പ്? എന്തുകൊണ്ട് അതിന്റെ നമ്പർ ഇല്ലേ? തുറന്നു പറയുന്നത് തലപോകുന്ന കേസാണെങ്കിൽ പിന്നെ എന്തിനു തുറന്നു പറയാൻ വേണ്ടി പോകുന്നു തിരിച്ചെടുത്തിരുന്നിട്ട്? എന്റെ അടുത്ത് പല പ്രൊഡ്യൂസേഴ്സും പറഞ്ഞിട്ടുണ്ട്, ഇന്നവര് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇന്നെ ചെയ്തു തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ വേണ്ടി അറിയത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അംഗം അട്ടഹാസം സിനിമയുടെ പ്രൊഡ്യൂസർമാരെയും ഇതേപോലെ അശ്വന്ത് കോക്കിന് പേരും പറഞ്ഞ് ആരെങ്കിലും പറ്റിച്ചതാവാനാണ് സാധ്യത എന്നാണ് പ്രജീഷ് പറഞ്ഞു വെക്കുന്നത്. അത് നമുക്കും തോന്നിയ കാര്യം തന്നെയാണ്. പക്ഷെ ആരാണ് ഇങ്ങനെ കൊക്കിന്റെ പേരിൽ പൈസ ആവശ്യപ്പെട്ടത് എന്ന് മാത്രം അംഗം അട്ടഹാസൻ ടീം ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അവിടെ മനസ്സിലാവുന്നില്ല. എന്തായാലും അംഗം അട്ടഹാസൻ ടീമിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. അംഗം അട്ടഹാസൻ സിനിമയുടെ സംവിധായകൻ സുജിത് S. നായർ അശ്വന്ത് കോക്കിനെ തെറി വിളിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെന്തായാലും അതിന്റെ ചില ഭാഗങ്ങൾ നോക്കാം. നമസ്കാരം, എന്റെ പേര് സുജിത് S. നായർ. ഞാൻ അംഗം അട്ടഹാസം എന്ന സിനിമയുടെ സംവിധായകനാണ്. കുറച്ചു ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ സിനിമയും എയറിലാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അറിയാം. സിനിമ പിടിക്കുമ്പോൾ മനുഷ്യന്മാർക്ക് കാണാൻ കൊള്ളാവുന്ന സിനിമ പിടിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഏറി കയറും, സ്വാഭാവികം. അതിന് വേറെ ആരും കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. ഊളെ പടം എടുത്ത് വെച്ചിട്ട് പിന്നെ അത് പൊട്ടിക്കഴിയുമ്പോൾ മിണ്ടാതെ ഒരു ഭാഗത്ത് ഇരിക്കാൻ പഠിക്കണം. അല്ലാതെ സ്വന്തം കഴിവ് കേടിനെ മറ്റൊരാളുടെ തലയിൽ ഇടാൻ നിന്നാൽ ഇതുപോലെ ഏറിൽ കയറും. ബാക്കി പറഞ്ഞാലും അശ്വന്ത് കോക്ക് ഉൾപ്പെടെയുള്ള 2-3 വ്ളോഗർമാര് സീൻ ബൈ സീന് കഥ പറഞ്ഞ് പടത്തെ നശിപ്പിക്കുകയും പ്രൊഡ്യൂസറും നായകനും ചേർന്ന് പ്രസ് മീറ്റ് നടത്തി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ മാന്യമായിട്ട് പറയുകയും ചെയ്തു. പ്രൊഡ്യൂസറും നായകനും അവർക്ക് പറയുന്നത് മാന്യമായി പറഞ്ഞു എന്നൊക്കെ. എന്ത് മാന്യമായി പറഞ്ഞു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? അശ്വന്ത് കോക്ക് പോസിറ്റീവ് റിവ്യൂ പറയാൻ വേണ്ടി 1 ലക്ഷം ആവശ്യപ്പെട്ടു എന്ന് കള്ളം പറഞ്ഞതാണോ നിങ്ങൾ ഈ പറഞ്ഞ മാന്യത? ഒരാളെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നതാണോ മാന്യത? ബെസ്റ്റ്. എന്തായാലും മാന്യമാര് ബാക്കിയും കൂടി പറഞ്ഞാട്ടെ. പറയുകയും ചെയ്തു. അന്ന് രാത്രി അശ്വന്ത് കോക്ക് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാവാം പറഞ്ഞത് എന്തൊക്കെയാണെന്നും അതിൽ അയാള് ഒത്തിരി റീച്ച് കിട്ടുകയും ലക്ഷക്കണക്കിന് രൂപ അതിലൂടെയും കുപ്രസിദ്ധിയിലൂടെയും അയാൾ നേടിയെടുക്കുകയും ചെയ്തു. ലക്ഷക്കണക്കിന് രൂപയോ? എന്തോന്നടേ, ലക്ഷത്തിനൊന്നൊരു വിലയില്ലേ? അശ്വന്ത് കോക്ക് നിങ്ങളെയും മാധവ് സുരേഷിനെയും പ്രൊഡ്യൂസറും ഒക്കെ തെറി പറയുന്ന വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളത് 13 ലക്ഷം പേരാണ്. അതിൽ 12,000 പേര് കമന്റും ചെയ്തു. ആ വീഡിയോക്ക് നിങ്ങൾ പറയുന്ന പോലെ ലക്ഷക്കണക്കിന് ഉറുപ്പിയൊന്നും കിട്ടാൻ പോണില്ല. കൂടി പോരാ 50,000 60,000 ഒക്കെ കിട്ടുമായിരിക്കും. അത് നല്ല എമൗണ്ട് തന്നെയാണ്. പക്ഷെ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ആരാ? നിങ്ങൾ തന്നെയല്ലേ. പിന്നെ നിങ്ങൾ ഇവിടെ വന്നിരുന്ന് അവൻ ഞങ്ങളെ തെറി പറഞ്ഞ് ലക്ഷങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനെ ഓരോരോ തോൽവികൾ. ഈ അശ്വന്ത് കോക്കിന് തെറി വരുന്ന ഈ വീഡിയോ ആകെ 10,000 ആൾക്കാരാണ് കണ്ടത്. ഇനി കൊക്ക് നിനക്ക് റിപ്ലൈ തരികയാണെങ്കിൽ അത് കാണാൻ കണക്കിന് ആൾക്കാരുണ്ടാവും. അപ്പൊ പിന്നെയും അവന് പൈസ കിട്ടും. ഈ അംഗം അട്ടഹാസംകാരെല്ലാരും കൂടി കൊക്കിന് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണെന്ന് തോന്നുന്നു. എന്തായാലും ബാക്കി കേട്ടോക്കാം. അപ്പോ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ട് എന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പലപ്പോഴും പറയുകയുണ്ടായി, സുജിത്തെ ഇത്രയും വിഷയമായിട്ട് നിങ്ങൾ എന്താണ് പ്രതികരിക്കാത്തത്? നിങ്ങളല്ലേ ഈ സിനിമയുടെ സംവിധായകൻ, നിങ്ങൾക്കും പറയാനില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നത്? അപ്പോഴും ഞാനൊരു മൗനത്തോടെയാണ്, അല്ലെങ്കിൽ വളരെ വിഷമത്തോടെ ഞാൻ മാറി നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അങ്ങനെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോരായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ടുവന്ന് വെറുതെ ഊക്ക് മേടിച്ചു കൂട്ടുന്നത്? ബാക്കി പറഞ്ഞായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി ബാധ്യതകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്.
ഈ സിനിമയായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും ഞാൻ പ്രതീക്ഷിച്ച, ഞാൻ സ്വപ്നം കണ്ട ഈ അശ്വന്ത് കോക്ക് എന്ന പരമനാറി തകർത്തെറിയുകയായിരുന്നു. ഒരു അശ്വന്ത് കോക്ക് വിചാരിച്ചാലൊന്നും ഒരു സിനിമയെ തകർത്തെറിയാൻ കഴിയൂല സുഹൃത്തെ. അത് ആദ്യം മനസ്സിലാക്കുക. എടുക്കുമ്പോൾ കാണാൻ കൊള്ളാവുന്ന സിനിമ എടുക്കണം, അല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. സ്വന്തം കഴിവുകേടിന് ഇങ്ങനെ വെറുതെ മറ്റുള്ളവരുടെ തലയിലിട്ട് രക്ഷപ്പെടാതെ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. നീ പറഞ്ഞ ഈ സിനിമാക്കാരി പട്ടികളില്ലേ, ഈ പട്ടികളുടെ പട്ടിത്തീട്ടം തിന്നല്ലേ ഈ 4-5 കൊല്ലമായിട്ട് നീ ജീവിക്കുന്നത്. നീ ഈ പട്ടിത്തീട്ടം തിന്നല്ലേ, ഇതിനെക്കാട്ടി നീ വല്ല കൂലിപ്പണിക്കുമ്പോ നിന്നെ എന്തായാലും ഇനി അധ്യാപകനൊന്നും ആരും ആക്കത്തില്ല, അവിടെ നിന്നെ എടുക്കത്തുമില്ല, അത് ഉറപ്പാ. നിന്റെ ഈ ഭാഷയല്ല പിള്ളേർക്ക് വേണ്ടത്. നിന്റെ ഒരു ഫോൺ കോളിന് വേണ്ടി ഈ സിനിമാ നടന്മാരും മറ്റു നിർമ്മാതാക്കളും ഒക്കെ നിന്റെ ഒരു ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് നീ പറഞ്ഞു. എടാ, അത് പേടിച്ചിട്ടാണ്, നിന്നെ പേടിച്ചിട്ടാണ്. അതിരടി അതിന്റെ നിർമ്മാതാക്കൾ നിന്റെ സുഹൃത്തുക്കളാണ്. ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല, അത് ഓക്കെ. പക്ഷെ നീ നല്ല റിവ്യൂ പറയണമെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നിന്റെ സുഹൃത്തുക്കളാവണം എന്നതാണ്. പിന്നെ നീ മുന്നേരിക്ക് ഓമർ ലുലുവിന്റെ പടം നീ റിവ്യൂ പറയില്ല എന്ന് പറഞ്ഞു. നീ അതിന്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ എന്തോ കണക്ഷൻ വെച്ചിട്ട്. അപ്പോൾ നീ അഭിനയിച്ച പടങ്ങൾ അല്ലെങ്കിൽ നിനക്ക് പരിചയമുള്ള ആൾക്കാരെ നിന്റെ ഫ്രണ്ട്സിന്റെ പടത്തിൽ നീ പറയത്തില്ല. അപ്പോൾ അശ്വന്ത് കോക്കിന്റെ റിവ്യൂ പറയാതിരിക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് അതാണോടാ പരമനാറി? നിന്റെ ഫ്രണ്ട് സർക്കിൾ വെച്ചിട്ടാണോ നിന്റെ റിവ്യൂ തീരുമാനിക്കുന്നത്? പിന്നെ നിന്റെ നല്ല അഭിപ്രായം നേടാന് ഈ പടം ഒരു സ്ക്രിപ്റ്റായി ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ആകുമ്പോഴത്തേക്ക് നിന്നെ കൊണ്ട് അപ്രൂവൽ എടുക്കണം. വ്ളോഗർ പട്ടി, നിന്നെ കൊണ്ട് അപ്രൂവൽ എടുക്കണോടാ? എടാ പരമനാറി, നിന്റെ തുടക്ക സമയത്ത് 5000 രൂപ കൊടുത്താ നീ റിവ്യൂ പറയില്ല, സിനിമയെ കുറിച്ച് റിവ്യൂ പറയില്ല, എനിക്ക് 5000 രൂപ മതി എന്ന് പറഞ്ഞിട്ടില്ലേ? അതിനുണ്ട്. റിലീസിന് ഒരു 15 ദിവസം മുന്നേ, നമ്മുടെ സിനിമ റിലീസ് ചെയ്യണതിന് 15 ദിവസം മുന്നേ 15-20 ദിവസം മുന്നേ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കുറേ പ്രൊമോഷൻ ടീമുകൾ വിളിക്കും. അതിലൊരു ടീം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സർ ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, ഇങ്ങനെ റേവ് ചെയ്യും, ഇങ്ങനെ പ്രൊമോഷൻ പരിപാടി ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് വേറൊരു പാക്കേജ് ഉണ്ട്. അശ്വന്ത് കോക്ക് എന്ന വ്ളോഗർ അയാൾ റിവ്യൂ പറയത്തില്ല. അയാൾ റിവ്യൂ പറയാതിരിക്കണമെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കണം. 5 ലക്ഷം രൂപയ്ക്ക് മേളിൽ കൊടുത്താൽ അയാൾ അത്യാവശ്യം മോശമല്ലാത്ത മോശ സിനിമയാണെങ്കിൽ പോലും നല്ല റിവ്യൂ പറയാം. പിന്നെ 1 ലക്ഷം രൂപ കൊടുത്താൽ റിവ്യൂ പറയില്ല. സാറേ എന്തെങ്കിലും സാധ്യത ഉണ്ട്? അപ്പൊ ഞാൻ അവരടുത്ത് ചോദിക്കുകയാണ്, മോനെ എങ്ങനെയാണ് ഇതിന്റെ പൈസ ഞങ്ങളെ തന്നാൽ ഞങ്ങൾക്ക് ഒരു ചെറിയ കമ്മീഷൻ ഉണ്ട്, ഒരു 5000 രൂപ കിട്ടും, ബാക്കി ഒരു 95,000 രൂപ 95,000 അവർക്ക് പുള്ളിക്ക് കൊടുക്കണം. അത് ഡയറക്റ്റ് ആണ്, വേറെ ബാങ്ക് ട്രാൻസാക്ഷൻ ഒന്നുമില്ല. ഇത് എന്നോട് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ പറ. നമ്മൾ വിചാരിച്ച പോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഏതോ പ്രൊമോഷൻ ടീംസ് ഇയാളെ വിളിച്ച് പറ്റിച്ചു. നെഗറ്റീവ് റിവ്യൂ ഇടാതിരിക്കണമെങ്കിൽ അശ്വന്ത് കോക്കിന് 1 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പ്രൊമോഷൻ ചെയ്യുന്നവർ ഇയാളോട് പറഞ്ഞു. ഇയാൾ അത് വിശ്വസിച്ച് പൈസ കൊടുത്തു. അതിന് അശ്വന്ത് കോക്കിന് കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഒരു തെളിവും ഇയാളുടെ കയ്യിലില്ല. ഞങ്ങൾ ആകെ 5000 രൂപ മാത്രമേ കമ്മീഷൻ വാങ്ങത്തുള്ളൂ, ബാക്കി പൈസ മുഴുവനും കൊക്കിന് കൊടുക്കണമെന്ന് മറ്റേ ടീം പറഞ്ഞു. ഇയാൾ അത് വിശ്വസിച്ചു, പൈസയും കൊടുത്തു കാണും. പക്ഷെ സിനിമ ഇറങ്ങിയപ്പോൾ കൊക്ക് നല്ല നെഗറ്റീവ് റിവ്യൂ കൊടുത്തു. കൊക്കിന് ഈ പൈസന്റെ കാര്യം ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ കയ്യിലുള്ള പൈസയും പോയി ഫ്രസ്ട്രേഷൻ ആയിട്ടായിരിക്കണം ഇവർ വാർത്താ സമ്മേളനം നടത്തിയത്. എന്ത് പറയാനാണ് അല്ലേ? എന്തായാലും ഇയാൾ കൊക്കിന് ഇനിയും ഇരുന്ന് തെറി പറയുന്നുണ്ട്. കൊക്കിന്റെ സ്റ്റൈല് കോപ്പി അടിച്ച് അതേ രീതിയിലാണ് തെറിയൊക്കെ പറയുന്നത്. സ്വന്തമായ ഒരു ശൈലി പോലും ഇയാൾക്കില്ല. ഊള പടം എടുത്ത് പ്രൊഡ്യൂസറുടെ കയ്യിലെ പൈസയും കളഞ്ഞു, ഇപ്പൊ വന്നിരുന്ന് തെറിയും പറയുന്നു. ഓരോരോ ചെങ്ങായിമാർ ഇഷ്ടം. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.